മലയാളി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സാമ്പാർ, അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. അതിനായി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പരിപ്പ്. അത് നല്ലവണ്ണം വാഷ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. 2 വിസിൽ. എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്: ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ഹാഫ് സബോള, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു മുരിങ്ങക്കായ, 4 വെണ്ടയ്ക്ക, 2 തക്കാളി. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. 4 പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് വേവാനായി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്കുള്ള പൊടികൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി മൂടി വെച്ച് വേവിക്കുക. വെജിറ്റബിൾസ് ഒരു ഹാഫ് വേവാകുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി വീണ്ടും വേവിക്കുക. അപ്പോഴത്തേനും അതിലേക്കുള്ള പുളി സോക്ക് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത വെണ്ടയ്ക്ക കറിയിലേക്ക് ആഡ് ചെയ്യുക. അരിഞ്ഞു വെച്ച തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി വെണ്ടയ്ക്ക വേവുന്ന വരെ മൂടി വയ്ക്കുക. വെണ്ടയ്ക്ക വെന്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി പുളിയുടെ പച്ചക്കുത്ത് വിടുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചാറിന് എത്രയ്ക്ക് കട്ടി വേണോ അതിന് അത്രയ്ക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റേൺ സാമ്പാർ പൊടി തന്നെ വേണമെന്നില്ല, ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ ചാറ് കട്ടി പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി ഈസ്റ്റേൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അത് ഇതുപോലെ നല്ലവണ്ണം കട്ട കെട്ടാതെ നല്ലവണ്ണം ഇളക്കി ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വറവിട്ട് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. 2 വറ്റൽമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ലവണ്ണം ഇളക്കി കറിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അടിപൊളി സാമ്പാറാട്ട, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.